പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം റീഹാബിലിറ്റേഷൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ആളുകളുടെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫാക്ടറാണ് ഏജ് എന്നുള്ളത്. പല ആളുകളും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഏജ് പ്രോഗ്രസ് ചെയ്ത് വരുന്നതനുസരിച്ച് വീഴാനുള്ള സാധ്യത കൂടുന്നത് എന്നല്ല. പ്രധാനമായിട്ടും ആ ഏജിങ് എന്നുള്ളൊരു കാര്യം കയറി വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ മസിലുകളുടെ ആ ഒരു സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും കുറഞ്ഞു വരികയാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് നമ്മുടെ അരക്കെട്ടിലെ കോർ മസിൽസ്. ഈ കോർ മസിൽസ് ആണ് നമ്മൾ നേരെ നിൽക്കുക, നടക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ആ ഒരു സപ്പോർട്ടും സ്റ്റെബിലിറ്റി എല്ലാം തരുന്നത്. അപ്പോൾ ഈ മസിൽസിന്റെ ആ ഒരു സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റി എല്ലാം പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും വീഴാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സ്ട്രോക്ക്, പാർക്കിൻസൺസ്, ഡയബറ്റിക് ന്യൂറോപ്പതി തുടങ്ങിയ ന്യൂറോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അവരുടെ ആ ഒരു കോർഡിനേഷൻ, ജഡ്ജ്മെന്റ് അതുപോലുള്ള കാര്യങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ നടക്കുമ്പോൾ ആ ഒരു കൺട്രോൾ കിട്ടാത്ത അവസ്ഥ, ബാലൻസ് ഇല്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ മെഡിക്കൽ സപ്പോർട്ട് തേടേണ്ടതാണ്. ശേഷം ഫിസിയോതെറാപ്പിയിൽ നിങ്ങളുടെ മസിൽസിന്റെ ആ ഒരു സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്തനിങ് ട്രെയിനിങ്, കോർഡിനേഷൻ, ബാലൻസ് ഇവയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ നടത്തം ക്ലിയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗെയ്റ്റ് ട്രെയിനിങ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്ത് നമുക്കിത് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്.